നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസിനോട് ബന്ദികളെ കൈമാറാനടക്കം ശക്തമായ ഭാഷയിൽ ട്രംപ് പലപ്പോഴേ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഈ മാസം 20-ാം തീയതിയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നത്. ട്രംപ് അധികാരമേറ്റാൽ എന്ത് സംഭവിക്കുമെന്ന സംശയങ്ങൾ പലരിലും നിലനിൽക്കുന്നതിനാൽ ലോകരാജ്യങ്ങൾ പലതും പരക്കം പായുന്ന അവസ്ഥയാണുള്ളത്. ഇതിനിടെയാണ് ഗാസയിൽ ഇസ്രയേൽ ഹമാസ് വെടിനിർത്തലിന് കളമൊരുങ്ങിയതും. ജോ ബൈഡൻ സ്ഥാനമൊഴിയുന്നതിന് മുമ്പ് നടത്തിയ നിർണായക ഇടപെടൽ അടക്കമാണ് ഗാസയിൽ സമാധാന സാധ്യത തുറന്നിട്ടത്. ഇത് എത്ര കണ്ട് മുന്നോട്ട് പോകുമെന്നാണ് ഇനി അറിയേണ്ടതും. വെടിനിർത്തൽ കരാർ ഇസ്രയേലിനും ഹമാസിനും ഖത്തർ കൈമാറിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഗാസയിൽ സമാധാനം സാധ്യമായാൽ അത് ബൈഡന് നേട്ടമാകും. ട്രംപിന് പണി എളുപ്പമാവുകയും ചെയ്യും. ഇസ്രയേലും വെടിനിർത്തലിന് വഴങ്ങുന്നു എന്നതാണ് ആശ്വാസകരമായ കാര്യം. കരാറിന്റെ ഭാഗമായി 33 ബന്ദികളാണ് ഹമാസ് മോചിപ്പിക്കുക. ഒരിക്കൽ നിന്നുപോയിടത്തു നിന്നാണ് ഗാസയിലെ സമാധാന ശ്രമങ്ങൾ വീണ്ടും ശുഭപ്രതീക്ഷയുടെ സൂചനകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മേഖലയിലെ പ്രധാന രാഷ്ട്രങ്ങളിലെ നേതാക്കളെല്ലാം ആൾനാശം ഒഴിവാക്കാനുള്ള നിരന്തര സമ്മർദ്ദം ഉയർത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഞായറാഴ്ച അർദ്ധരാത്രി ദോഹയിൽ നടന്ന ചർച്ചകളാണ് വെടിനിർത്തൽ അന്തിമ ധാരണയിലേക്ക് എത്തിച്ചതെന്നാണ് പ്രമുഖ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് അടക്കമുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അന്തിമ ധാരണ കരാർ ഇരു കക്ഷികൾക്കും അംഗീകാരത്തിനായി കൈമാറിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. അമേരിക്ക, ഖത്തർ, ഇസ്രയേൽ, ഹമാസ് എന്നിവർ ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഗാസ വെടിനിർത്തൽ കരാർ ചർച്ചകൾക്കായി ദോഹയിലെത്തിയ ഹമാസ് സംഘം ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അർത്താനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുതിർന്ന ഹമാസ് നേതാവ് ഡോക്ടർ ഖലീൽ അൽഹയ്യയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. ഫലസ്തീനിയൻ ജനതയ്ക്ക് നീതി ഉറപ്പാക്കുന്നതിലും സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുന്നതിലും ഖത്തറിന്റെ ശക്തമായ നിലപാട് അമീർ ഹമാസ് നേതാക്കളെ അറിയിക്കും. വെടിനിർത്തൽ ചർച്ചകൾ സജീവമായി പുരോഗമിക്കുന്നതിനിടെ തിങ്കളാഴ്ച US പ്രസിഡന്റ് ജോ ബൈഡനുമായി അമീർ ഫോണിൽ ചർച്ച നടത്തിയിരുന്നു. മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി ദോഹയിലുള്ള നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, US ദേശീയ സുരക്ഷാ കൌൺസിൽ മിഡിൽ ഈസ്റ്റ് കോർഡിനേറ്റർ ബ്രൈറ്റ് മഗർക്ക് എന്നിവർ തിങ്കളാഴ്ച ലുസൈർ പാലസിൽ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഘട്ടം ഘട്ടമായുള്ള സേനകളുടെ പിൻവാങ്ങൽ, ബന്ദികളുടെ കൈമാറ്റം, മാനുഷിക സഹായത്തിനുള്ള കൂടുതലിടങ്ങൾ തുറക്കൽ എന്നിവയാണ് കരാറിലെ ധാരണയെന്നാണ് വിവരം. ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിച്ചാൽ പകരം ഇസ്രയേലിൽ ജയിലിലുള്ള ഫലസ്തീനികളെ മോചിപ്പിച്ചേക്കും. സംഘർഷ മേഖലയിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് നിലവിലെ ചർച്ചകൾ. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പടിയിറങ്ങും മുമ്പ് വെടിനിർത്തൽ ധാരണയിൽ എത്തിച്ചേരാൻ കഴിയുന്നത് ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ്. ബൈഡൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ ചർച്ച സമാധാന ശ്രമത്തിന് ഗുണമായി എന്ന വിലയിരുത്തലുകളുമുണ്ട്. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ദോഹയിൽ വച്ചാണ് വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയത് എന്നതും ശ്രദ്ധേയമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഖത്തറിന്റെ പ്രസക്തി ഏറി. സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയ ഖത്തറിനും ഇനി ആശ്വസിക്കാം. എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ പരിഗണിച്ചുള്ള കരട് രേഖയ്ക്ക് മേൽ ഇനി ബന്ധപ്പെട്ട കക്ഷികളുടെ നിലപാട് അറിയിക്കുകയാണ് പ്രധാനം. ചർച്ചകൾ പോസിറ്റീവായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതും പ്രധാനമാണ്. ചർച്ചകളിൽ ഇടപെട്ട അമേരിക്ക, ഖത്തർ, ഹമാസ്, ഇസ്രയേൽ എന്നിവരാരും ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിട്ടില്ല. എന്നാൽ ചർച്ചകൾ വളരെ പോസിറ്റീവ് ആണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. സമാധാനത്തിലേക്ക് അകലം കുറഞ്ഞു വരുന്നുവെന്നാണ് വിവിധ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രയേൽ ചാര സംഘടനയായ മൊസാദിന്റെ തലവനും നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധിയും ഖത്തർ പ്രധാനമന്ത്രിയും തമ്മിലുള്ള ചർച്ചയെ തുടർന്നാണ് വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.